തുടർന്നു വരുന്ന ആക്രമണങ്ങളിൽ രാജ്യം അസ്വസ്ഥമെന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ കുറ്റസമ്മതം. ചിന്തിക്കാൻ ശേഷിയുള്ളവർ അക്രമമാർഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നുവെന്നും അരുൺ ജെയ്റ്റ്ലി തുറന്നടിച്ചു. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, കരിമഷി ഒഴിക്കൽ പ്രതിഷേധം, BCCI യോഗത്തിന് നേരെയുള്ള അതിക്രമം, പാക് ഗസൽ ഗായകനെ അധിക്ഷേപിക്കൽ തുടങ്ങി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തണലിലാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കുറ്റസമ്മതം നടത്തിയത്. അതിക്രമങ്ങളിൽ രാജ്യം അസ്വസ്ഥമാണെന്ന് ജെയ്റ്റ്ലി സമ്മതിച്ചു. നശീകരണ സമരങ്ങൾ അംഗീകരിക്കില്ല. ശിവസേനയെ പേരെടുത്തു പറയാതെ ജെയ്റ്റ്ലി വിമർശിച്ചു. പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാകണം. ചിന്തിക്കാൻ ശേഷിയുള്ളവർ വിധ്വംസ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം. पिछले कुछ दिनों में कुछ दुर्भाग्यपूर्ण घटनाएं हुई हैं, वो सचमुच में निंदनीय है। ये स्वाभाविक है कि लोकतंत्र में कई लोगों के बीच में विभिन्न विषयों के ऊपर मतभेद हो सकते हैं, लेकिन मतभेद प्रकट करने का एक तरीका होता है जो संयम के साथ, तर्क के साथ अपनी बात कहने का है। किसी प्रकार की वैंडलिज्म से या किसी प्रकार के दबाव से ऐसी घटना करना जो पिछले कुछ दिनों में हमने देखी है, जिसके माध्यम से अपना विरोध प्रकट करना, वो भारत में जो बहस का स्तर है लोकतंत्र का, उसको ऊपर नहीं ले जाता, उसको नीचे ले जाता है और हमारे राजनीतिक क्षेत्र की विश्वसनीयता को भी कम करता है. ബീഹാറിലെ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പുകൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമാഞ്ചൽ മേഖലയിലാണ്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് അരുൺ ജെയ്റ്റ്ലിയുടെ കുറ്റസമ്മതം. അതേസമയം അതിക്രമങ്ങൾക്കെതിരെ എന്ത് നടപടി കൈക്കൊള്ളുമെന്ന് വ്യക്തമാക്കാൻ കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമനായ ജെയ്റ്റ്ലി തയ്യാറായില്ല. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങളെ ജെയ്റ്റ്ലി തള്ളിപ്പറഞ്ഞില്ല എന്നതും വിമർശനത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്ത് വർഗീയ അസഹിഷ്ണുത രൂക്ഷമാകുന്നു. ഹരിയാനയിൽ ദളിതരെ ജീവനോടെ ചുട്ടുകൊന്നത് സംഘപരിവാറിന്റെ പിന്തുണയോടെ മേൽജാതിക്കാരനാണെന്ന് കുടുംബനാഥൻ. വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെയാണ് ജീവനോടെ ചുട്ടുകൊന്നത്. മാതാപിതാക്കൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. അതേസമയം ശിവസേനയുടെയും സംഘപരിവാർ സംഘടനകളുടെയും എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനി ഗസൽ ഗായകൻ ഗുലാം അലിയുടെ ദില്ലിയിലെ പരിപാടി വേണ്ടെന്ന് വെച്ചു. അടുത്ത മാസം 8-ന് ദില്ലിയിൽ നിശ്ചയിച്ചിരുന്ന സംഗീത പരിപാടിയാണ് റദ്ദാക്കിയത്. ശിവസേന ഭീഷണിയെ തുടർന്ന് ഇന്ത്യ പാക് ക്രിക്കറ്റ് പരമ്പര ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്. ഈ വിഷയങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം BJP നേതാവ് JR പത്മകുമാർ, ഒപ്പം തന്നെ CPM നേതാവ് A റഹീം, പെരിങ്ങമല അജി, ശിവസേന നേതാവ് ഹസ്നുൽ ബെന്ന, ദില്ലിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ, ഒപ്പം BRP ഭാസ്കർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൊടിക്കുന്ന് സുരേഷും ചർച്ചയിൽ പങ്കുചേരും. ചർച്ചയിലേക്ക് എത്തുമ്പോൾ ശ്രീ JR പത്മകുമാർ, ഇന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവന മുഖവിലേക്ക് എടുത്താൽ പ്രസ്താവനയിൽ പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് തുടർന്ന് വന്ന കിരാത നയങ്ങൾ അത് അവസാനിപ്പിക്കണം. ആര് നടത്തിയ കിരാത നയം? ആര് തുടർന്ന് വന്ന? അല്ല, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വസ്തുതകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ആരോപണങ്ങൾ. അതായത് നമുക്ക് മുഖപുരയിലേക്ക് അല്ലെങ്കിൽ വളരെ വൈഡായിട്ട് പോകണ്ട. ശിവസേന നടത്തിയ കിരാത നയങ്ങളാണോ ഉദ്ദേശിച്ചത്? ശിവസേന നടത്തിയെന്നുള്ളതല്ല, ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ BJP ഗവൺമെൻറ് അധികാരത്തിന് വന്നതിന് ശേഷം ആ ഗവൺമെന്റിനെ കരുതിവെച്ച് കാണിക്കാനുള്ള കുറെ ബോധപൂർവമായ ശ്രമങ്ങൾ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. അതാണോ ജെയ്റ്റ്ലി ഉദ്ദേശിച്ചത്? അതായിരിക്കും ഈ രാജ്യത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ളത്. അത് ഈ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഈ പ്രശ്നം നിങ്ങൾ വളച്ചൊടിച്ചിട്ട് BJPയുടെയോ മോഡിയുടെയോ ദേശീയ മാധ്യമങ്ങളടക്കം ഇന്ന് അരുൺ ജെയ്റ്റ്ലി ഒരു കൺഫെഷൻ എന്ന രീതിയിലാണ് എന്തായാലും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത്. കൺഫെഷൻ അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അരക്ഷിതാവസ്ഥയിലല്ല അദ്ദേഹം ഇത്തരം ഒരു കുറ്റസമ്മതമോ അല്ലെങ്കിൽ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. അല്ലല്ലോ, ഭരണാധികാരി എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയണ്ടേ? അദ്ദേഹം അതിനെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു വന്നത് പ്രജേഷ്, ഇതിൽ നമുക്ക് കൂടുതൽ പോകണ്ട. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എടുത്താൽ ശിവസേന നടത്തി വന്ന നടപടികൾ അത് ജെയ്റ്റ്ലി അംഗീകരിക്കുകയാണോ ചെയ്തത്, അതോ
മറ്റു രീതിയിൽ താങ്കൾ പറഞ്ഞു. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? പറഞ്ഞത് ഈ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുകയും ഇതെല്ലാം BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രശ്നങ്ങളിലേക്ക് എതിരെ തിരിച്ചുവിടുന്നത് കൊണ്ടാണ് ഈ ആരോപണങ്ങളുടെ മുനൊടിഞ്ഞു പോകുന്നത്. അതേസമയം യഥാർത്ഥ വസ്തുതകളെ വസ്തുതാപരമായി വിലയിരുത്തുകയും ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങളെ നിയന്ത്രിക്കുന്നതിന് ചുമതലപ്പെട്ട ആളുകൾ ഓരോ തലത്തിലും സംസ്ഥാന തലത്തിലും ഇതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. തുടക്കത്തിൽ കാരണം നമുക്ക് ചർച്ചയിൽ എന്തായാലും ഞാൻ വിചാരിച്ചു, കാരണം പകുതിയോടുകൂടി എന്തായാലും ഇതിന്റെ ഒരു ഗതി മനസ്സിലാക്കി. തുടക്കത്തിൽ തന്നെ BJPയുടെ ഇരട്ടത്താപ്പ് എനിക്ക് തോന്നുന്നു മനസ്സിലായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ റഹീം, അദ്ദേഹത്തിന്റെ പ്രസ്താവനയും അരുൺ ജെയ്റ്റ്ലി അന്ന് ദില്ലിയിൽ നിന്ന് പറഞ്ഞ പ്രസ്താവനയും രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് ശ്രീ JR പത്മകുമാർ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തിൻ്റെ നേതാവാണ്, മന്ത്രിസഭയിലെ രണ്ടാമനാണ്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ശ്രീ പ്രജീഷ് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ BJPയുടെ നേതാവായ വക്താവായ ശ്രീ പത്മകുമാർ വല്ലാതെ അസഹിഷ്ണുത കാണിക്കുന്നു എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഈ കേരളത്തിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ രാജ്യത്തെമ്പാടും കേരളത്തിൻ്റെ 4 അതിര് വിട്ടാൽ എവിടെയാണ് സ്വസ്ഥമായി സഞ്ചരിക്കാനാവുക? ഒരു വിനോദയാത്രയ്ക്കെങ്കിലും വിദേശത്തേക്ക് നമ്മുടെ ഈ കേരളത്തിൻ്റെ അതിരുകൾ വിട്ട് കടന്നു പോകുന്ന ഏതൊരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ? എത്രമാത്രം അസ്വസ്ഥമാണ്. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലി പറയാനിടയായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ കൊടുത്ത വാർത്തയിൽ തന്നെ ആ വോയിസ് ഓവറിൽ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു പക്ഷേ അവിടെ റഹീമിന് എന്തായാലും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. എന്തായാലും നമ്മോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ BRP ഭാസ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ BRP, ഇവിടെ ഇന്നിപ്പോൾ രാജ്യം കടന്നു പോകുന്നത് കടുത്ത അരക്ഷിതാവസ്ഥയിലാണ്. ദേശീയ മാധ്യമങ്ങളടക്കം പറയുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. താങ്കളുടെ നിരീക്ഷണത്തിൽ അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണോ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഒരു പക്ഷേ വെജിറ്റേറിയൻ ഫാസിസം മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കൈകടത്തൽ, തുടർന്നിപ്പോൾ പുതിയ സാഹചര്യങ്ങൾ കൂടി കായിക ഫാസിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിരിക്കുന്നു. താങ്കൾ വളരെ നിഷ്പക്ഷമായ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ കാഴ്ചപ്പാടോടുകൂടി? ശ്രീ BRP ഭാസ്കർ, നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അടുത്ത കാലത്തായി പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ നടക്കുന്നതിനെ തീർച്ചയായിട്ടും നമുക്ക് ഡൽഹിയിൽ നടന്ന ഭരണവുമാറ്റുമായി ബന്ധപ്പെടുത്തി കാണാൻ കഴിയും. പക്ഷേ ഈ അക്രമ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അതിനു മുമ്പേ തുടങ്ങിയതാണ് എന്നുള്ളതും നാം ഓർക്കണം. ഉദാഹരണത്തിന് ഈ ദബോൽക്കറിന്റെ കൊലപാതകം എന്ന് പറയുന്നത് അതിനു മുമ്പ് സംഭവിച്ചതാണ്. പക്ഷെ ഇതെല്ലാം നടക്കുന്നത് ഒരു പ്രത്യയശാസ്ത്രം, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിഷേധിക്കാനാകുന്ന കാര്യമല്ല. അത് അക്രമത്തെ വളർത്തിയിരിക്കുന്നു. അവർക്ക് അനുകൂലമായ ഭരണകൂടങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളത് കൂടുതൽ ധൈര്യം അവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പും മറ്റ് കോൺഗ്രസിൽ നയിക്കുന്ന സർക്കാർ നിലനിന്നപ്പോഴും ഒക്കെ ചില സ്ഥലങ്ങളിൽ നടന്നു. അതിനെതിരെ വലിയ നടപടി ഉണ്ടായില്ല. അതും നാം കാണണം. അതെന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാതിരുന്നത്? അത് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ഒരു പരാജയമാണ്. ഹിന്ദുത്വത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല. മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കൾ ആക്രമണം നടത്തുകയും മുസ്ലിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ വരുന്ന സാഹചര്യങ്ങളിൽ അത് നടക്കുകയും ഒക്കെ ചെയ്തു. മുസ്ലിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒടുവിൽ ഒരു സന്യാസി തന്നെ ഒരു കുറ്റസമ്മതം നടത്തി ഞങ്ങളാണ് ചെയ്തത് എന്ന്. പക്ഷേ ആ സന്യാസിമാർക്കെതിരായിട്ടുള്ള കേസ് വളരെയൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അത് കൈകാര്യം ചെയ്യുന്ന പ്രോസിക്യൂട്ടർ തന്റെ മേൽ ഇത് പതുക്കെ കൊണ്ടുപോയാൽ മതി എന്നുള്ളത് എനിക്ക് നിർദ്ദേശം കിട്ടി എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തീർച്ചയായിട്ടും വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകളാണ്. തീർച്ചയായും ശ്രീ BRP ഭാസ്കർ, ഈ ഭരണകർത്താക്കൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കാവൽക്കാരായി മാറുമ്പോൾ അതിന്റെ പ്രയോഗശാസ്ത്രമാണ് എന്തായാലും അവർക്ക് അതുവഴി മാത്രമേ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഇവിടെ നരേന്ദ്രമോദി അടക്കം സ്വീകരിക്കുന്ന നിലപാടുകൾ, കാരണം നമ്മൾ ഗുജറാത്തിലടക്കം കണ്ടതാണ്. ഇന്നിപ്പോൾ ജെയ്റ്റ്ലിയുടെ മറുപടി വന്നിരിക്കുന്നു.
കാര്യങ്ങൾ തൃപ്തികരമാണോ? പ്രത്യേകിച്ച് താങ്കൾ നോക്കുമ്പോൾ ദില്ലിയിലടക്കം താങ്കൾ വളരെ കാര്യങ്ങൾ ഇടപെട്ട ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ മൗനം താങ്കൾക്ക് വീക്ഷിക്കുമ്പോൾ? നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ തലവനാണ്. പക്ഷെ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് എത്തിച്ചത് RSS എന്ന് പറയുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ സമീപനവും അദ്ദേഹത്തിന്റെ സമീപനവും ലക്ഷ്യത്തിൽ രണ്ടാണെന്ന് തോന്നുമെങ്കിലും ഒരേ ലക്ഷ്യമാണ് രണ്ടുപേർക്കുമുള്ളത്. RSS എന്തിനാണ് മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയത്? അതിന്റെ സമ്മർദ്ദത്തിൽ BJP അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി. ഈ കുറച്ചു ദിവസം മുമ്പ് ശിവസേനയുടെ ഒരു നേതാവ് പറഞ്ഞു, ഗുജറാത്തിൽ കലാപം നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് മോഡിയുടെ ആരാധന. അപ്പൊ അതാണ് ആ ഗുജറാത്തിലെ കലാപം നടത്തി, അത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്നതാണ്. അതിന്റെ ഗുണം അദ്ദേഹത്തിന് ലഭിക്കും. അതുകൊണ്ട് ആ പദ്ധതി പലയിടത്തും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി നാം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മതാടിസ്ഥാനത്തിലുള്ള ജനങ്ങളെ ധ്രുവീകരിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അത് നടക്കുമ്പോൾ തന്നെ ഒരു വസ്തുത നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മതവും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത്. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിൽ. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം നേടാനുള്ള ഒരു പദ്ധതിയാണ്. അതിനെ ഹിന്ദുമതമായിട്ട് കുഴയ്ക്കുന്നത് കൊണ്ടിട്ടാണ് പല ആളുകൾക്കും അതിനെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കഴിയാത്തത്. നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെ മടിയാണ്. കാരണം ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളാണ്, അവരുടെ ഇടയിൽ നമുക്ക് നമ്മുടെ പിന്തുണ കുറഞ്ഞു പോകുമോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നമുക്കെതിരെ തിരിയുമോ എന്നുള്ള ഭയം കൊണ്ട് മതനിരപേക്ഷ കക്ഷികൾ പോലും ഈ ഹിന്ദുത്വത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ മടിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ വളരുവാനും കഴിയുന്നു. വളരെ വ്യക്തമാണ് ശ്രീ BRP ഭാസ്കർ. വളരെ നന്ദി ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചത്. ശ്രീ കൊടിക്കുന്ന് സുരേഷ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അതിനു മുൻപ് ദില്ലിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹസനുൽ ബെന്ന ചേരുന്നുണ്ട്. ശ്രീ ഹസനുൽ ബെന്ന, എന്തായാലും ഇവിടെ കേരളത്തിൽ എന്തായാലും പത്മകുമാർ BJPയുടെ നേതാക്കളടക്കം എന്തായാലും അത്ര വലിയ അരക്ഷിതാവസ്ഥയൊന്നും രാജ്യത്തില്ല, സമ്മതിക്കുന്നില്ല കാര്യങ്ങൾ. എന്തായാലും താങ്കൾ കേട്ട് കാണും. ദില്ലിയിലെ ആ തലസ്ഥാന നഗരിയിൽ നിന്നും കാര്യങ്ങളെ മൊത്തത്തിൽ വീക്ഷിക്കുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് കാര്യങ്ങൾ? അവിടെ അത്തരം ഗുരുതര അവസ്ഥയോട് BJP സ്വീകരിക്കുന്ന സമീപനം അത് ഇരട്ടത്താപ്പാണോ? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ജെയ്റ്റ്ലി എടുത്ത സമീപനം, തന്ത്രപരമായ നിലപാട്, ഒരുപക്ഷെ അദ്ദേഹം പറയാതെ പറയുന്ന കാര്യങ്ങൾ, മറുവശത്ത് നരേന്ദ്രമോദിയുടെ മൗനം, അദ്ദേഹം മൗനവ്രതം തുടരുന്നു. എന്താണ് ദില്ലിയിൽ നിന്നും കാണാൻ കഴിയുന്നത്? നരേന്ദ്രമോദിയെ എന്തിനാണ് RSS അധികാരത്തിലേറ്റിയതെന്ന് BRP ഭാസ്കർ ഇവിടെ വ്യക്തമായി പറയുകയുണ്ടായി. ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ പാപ്പക്കറ പലരും ആരോപിക്കുന്ന സമയത്ത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഈ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അങ്ങനെ RSS തങ്ങളുടെ എല്ലാ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും RSSന്റെ അജണ്ടകൾ നടപ്പാക്കുമ്പോൾ, RSS അതിൻ്റെ സ്വന്തം അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കോ BJPക്കോ അതിനെ തടയിടാൻ കഴിയുമെന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ വിഡ്ഢിത്തമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജെയ്റ്റ്ലിയുടെ ഇന്ന് നടത്തിയ പ്രസ്താവന പോലും നാം പരിശോധിച്ചു നോക്കുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ടാണോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം? അത് വളരെ വ്യക്തമായ പോയിന്റാണ്. ഞാൻ ദയവായി താങ്കൾ അവിടെ നിർത്തുക, നമുക്ക് തുടരേണ്ടതുണ്ട്. ശ്രീ കൊടിക്കുന്ന് സുരേഷ് അദ്ദേഹം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ഇവിടെ എന്തായാലും ഒരു പ്രതിപക്ഷത്തിന്റെ വലിയ തോതിലുള്ള ഒരു അഭാവം കഴിഞ്ഞ ദിവസങ്ങളിൽ, കാരണം അസംഘടിത വിഭാഗം ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇവിടെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് മുന്നിട്ട് വരുന്നത്. വ്യക്തമായ സന്ദേശം കേന്ദ്ര ഗവൺമെന്റിന്, BJP സർക്കാരിന്, NDA സർക്കാരിന് നൽകുന്നത്. അവിടെ പരാജയപ്പെട്ടു പോകുന്നത് കോൺഗ്രസ് ആണോ? ഇവിടെ പ്രതിപക്ഷത്തിന്റെ അഭാവം ഉണ്ടോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ കണ്ടിട്ട് കഴിഞ്ഞ കോൺഗ്രസ് മാത്രമല്ല, മൊത്തത്തിൽ പ്രതിപക്ഷ കക്ഷികളെ മൊത്തത്തിൽ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ കണ്ടിട്ട് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കാലത്ത് നടന്ന പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിരോധം
കണ്ടില്ലേ, നരേന്ദ്രമോദിക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. BJP പ്രതിപക്ഷത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി. അപ്പോ തീർച്ചയായും ഇനിയിപ്പോ നവംബർ മാസത്തിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങും. ആ നവംബർ 20 കൂടി 21 പാർലമെന്റ് സമ്മേളനം തുടങ്ങും. ഈ വിഷയങ്ങളെല്ലാം തന്നെ പാർലമെന്റിൽ ശക്തമായി ഞങ്ങൾ ഉന്നയിക്കും. മോഡി സർക്കാരിനെ ഞങ്ങൾ അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തും. ഈ ഗവൺമെന്റിന്റെ വർഗീയതയ്ക്കെതിരെയുള്ള വർഗീയത ആളിക്കത്തിക്കുന്ന ഈ ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പാർലമെന്റിൽ ഇത് ഉന്നയിച്ച് അവിടെ BJP പ്രതിരോധത്തിലാക്കും. മോഡി എന്ത് വന്നാലും ഒന്നും സംസാരിക്കാത്ത ഒരവസ്ഥയിലാണ് മോഡി ഇപ്പൊ നിൽക്കുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ രാജ്യത്താകമാനം ഇതിന്റെ പ്രതിഷേധങ്ങൾ പലതരത്തിൽ രൂപപ്പെട്ടു വരികയാണ്. രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ, അത് മറ്റ് വിഭാഗങ്ങളിൽ. ശ്രീ കൊടിക്കുന്നിൽ വളരെ ചുരുക്കി ഞാൻ ചോദിക്കുകയാണ്. കാരണം അവിടെ പത്മകുമാർ അടക്കമുള്ളവർ പറയുന്നത് മുൻകാലങ്ങളിൽ UPA സർക്കാരിന്റെ കാലം കൂടിയൊക്കെ പരിശോധിക്കുക, ഗോവധം എടുത്താൽ കൂടി ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് നടപ്പാക്കിയ കാര്യങ്ങളാണ്. സമരസപ്പെടുത്തൽ എത്രത്തോളം യോജ്യമായിരിക്കും? യുക്തിക്ക് നിരക്കുന്നതാണോ കാര്യങ്ങൾ? കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു നയമില്ലായിരുന്നല്ലോ. ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയും പൗരാവകാശം സംരക്ഷിക്കുകയും ചെയ്ത ഗവൺമെന്റാണ് കോൺഗ്രസ്. അങ്ങനെ ഈ RSS വിശ്വ ഹിന്ദു പരിഷത്ത് വഴിഞ്ഞാടുന്ന ഒരവസ്ഥ കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അവരെയൊക്കെ നിയന്ത്രിക്കാൻ ഞങ്ങൾ കഴിഞ്ഞല്ലോ. ഇപ്പോൾ RSSഉം വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു മഹാസഭയും ശിവസേനയൊക്കെ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അവരെ പരസ്യമായി കൊലയും നടത്തുകയാണ്, കരിവോയിൽ ഒഴിക്കുകയാണ്, ജനപ്രതികളെ പോലും പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കുകയാണ്. ഇതെന്തൊരു ഫാസിസമാണ് നടക്കുന്നത്? ഇതൊരു വലിയ ഫാസിസമാണ്. ഇത് ഹിറ്റ്ലർ പോലും നടപ്പാക്കാത്ത ഫാസിസ്റ്റ് നടപടികളിലേക്കാണ് BJP സംഘപരിവാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബീഹാറിലെ ജനങ്ങൾ, ഇന്ത്യയിലൊട്ടാകെയുള്ള ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഒരു പരിച്ഛേദമായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാകാൻ പോകുന്നത്. ശ്രീ കൊടിക്കുന്നിൽ ദയവായി, കാരണം പത്മകുമാറിന് അതിനുള്ള മറുപടി എന്തായാലും കാണും, ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. താങ്കൾ എന്തായാലും മീറ്റിംഗിലുമാണ്. എന്തായാലും ചോദ്യം അർഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും താങ്കളിലേക്ക് വരിക തന്നെ ചെയ്യും. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ പെരിങ്ങമല ജി, ശിവസേന നടത്തുന്ന നടപടിക്രമങ്ങൾ കൊണ്ട് തലവേദന എടുക്കുന്നതാണ് ഒരുപക്ഷെ അരുൺ ജെയ്റ്റ്ലി സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മറുവശം, അതിന് വേറെ വശമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷകരാണ് പറയേണ്ടത്. അത്രത്തോളം ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ സൗഹാർദ്ദപരമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വേദികൾ പോലും നിങ്ങൾ ഇല്ലാതാക്കുന്നു. ആ രീതിയിൽ എന്ത് നിലപാടാണ് ഇത്തരത്തിൽ? കാരണം തുടർന്ന് കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അല്ല, ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് ഈ കളിയും കച്ചേരിയൊന്നും നമുക്ക് എതിരാണെന്നുള്ള അഭിപ്രായക്കാരല്ല നമ്മൾ. കാരണം ഇവിടെ എപ്പോഴൊക്കെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴൊക്കെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ പിന്നിലൊക്കെ പാകിസ്ഥാന്റെ. പക്ഷേ ആ സമയങ്ങളിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും അരക്ഷിതാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ പിടിച്ചു നിർത്തിയ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിച്ചത് ഈ സൗഹൃദ മത്സരങ്ങളായിരുന്നു. അവിടെ നിങ്ങൾ എടുക്കുന്ന ഈ നിലപാട് ബോധപൂർവമാണെന്ന് പറയേണ്ടി വരുന്നത്. സൗഹൃദ ബന്ധങ്ങളെന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രം തോന്നിയ പോരല്ലോ, അത് പാകിസ്ഥാനും കൂടെ തോന്നണമല്ലോ. എന്നാൽ മാത്രമേ ഈ സൗഹൃദം അവിടെ നടപ്പിലാക്കാൻ പറ്റൂ. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്ത് മെറിറ്റ്? ശ്രീ അജി, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ മുഖവിലേക്ക് എടുക്കാം. ഇതിലൂടെ മെറിറ്റ് എന്താണ്? ഞാൻ അതാ പറഞ്ഞു വരുന്നത് ഇവിടെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ ക്രിക്കറ്റ് പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. അതിനെ ഒന്നും ശിവസേന എതിർത്തിട്ടില്ല. ഇവിടുത്തെ ക്രിക്കറ്റ് പ്രേമികളെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങളെല്ലാം അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ, ഇത് ഇപ്പോഴും മാത്രമല്ലല്ലോ, ഇന്ന് ഈ 2 ദിവസം ഒരാഴ്ചയ്ക്ക് മുമ്പേ നടന്ന വിഷയം മാത്രമല്ല, തുടക്കം മുതൽ ശിവസേന എടുത്തിട്ടുള്ള തീരുമാനം പാകിസ്ഥാനുമായിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുവാനും. ഇവിടെ മുംബൈ സംബന്ധിച്ചിടത്തോളം എന്താ, മുംബൈയിലെ തീവ്രവാദി ആക്രമണം പാകിസ്ഥാനിൽ നിന്നും ആ സർക്കാരിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ തീവ്രവാദ ബന്ധമുള്ള രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുക പാകിസ്ഥാന്. ഈ പോക്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BJPയുമായിട്ട് രഹസ്യ അജണ്ടയുണ്ടോ? ഞങ്ങൾക്ക് ഒരു അജണ്ടയില്ല. കാരണം BJPയുമായിട്ട് ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ ദിവസം അമിത്ഷാ ദില്ലിയിൽ സാക്ഷി മഹാരാജ് അടക്കം സംഗീത് സോം അടക്കമുള്ളവരെ ദില്ലിയിലേക്ക്, ഖട്ടറിനെ അടക്കം ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ട് ഇത്തരം നടപടിക്രമങ്ങളിൽ നിന്ന് പിന്മാറണം, രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു, അത് BJP സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ കാലത്താണ് എന്ന തോന്നൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ നിങ്ങൾ ചെയ്തത് മഷിപ്രയോഗം. അതുകൊണ്ട് ചോദിച്ചു. ഞാൻ പറയുന്നത് BJP പറയുന്നത് പോലെ പിന്നെ സംഘടനാ വർക്ക് കൊണ്ടുപോകുന്നതല്ല ശിവസേന. ശിവസേനയുടെ നേതൃത്വത്തിനകത്ത് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ധവ് താക്കറെജി പ്രഖ്യാപിക്കുന്ന നയങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ശിവസേന. അതിനകത്ത് ഇന്ത്യയിലെ ശിവസേന കേരളത്തിലില്ല.
അതുപോലെ തന്നെ ഇന്ത്യ പിന്നെ ഇത് ഭരിക്കുന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. BJP-യുമായിട്ട് ഞങ്ങൾ വാജ്പേയി സർക്കാർ സമയത്ത് ഭരിച്ചിരുന്ന സമയത്തും പല കാര്യത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനുമായി തീവ്രവാദ ബന്ധം വളർത്തുന്ന റഹീം, ഈ മുഖവിലേക്കെടുത്തുള്ള ഈ ഒരു നിരീക്ഷണം അതിനെ എങ്ങനെ നമുക്ക് സ്വീകാര്യമാവും? കാരണം രണ്ട് രാജ്യങ്ങൾ റഹീമിനടക്കം അറിയാമല്ലോ. കാരണം പല അരക്ഷിതാവസ്ഥയിലേക്ക് രാജ്യങ്ങളും പോയ സമയത്തൊക്കെ പിടിച്ചു നിർത്തിയത്, യുദ്ധത്തിലേക്കടക്കം പോകുന്ന സമയത്ത് പോലും രാജ്യത്തെ പിടിച്ചു നിർത്തിയത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം തന്നെയായിരുന്നു, സൗഹൃദ മത്സരങ്ങൾ. ഇതൊരു മുൻവിധിയോടുള്ള നിലപാടല്ലേ? അവിടെ പൾസ് അറിഞ്ഞാണോ ശിവസേന പിടിക്കുന്നത്? ഈ ശിവസേനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും കണക്കാക്കുന്നത് യോജിക്കുന്ന ആളല്ല ഞാൻ. അതൊരു ഗുണ്ടാ സംഘടനയാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ഞാൻ പറയട്ടെ പാർലമെന്റിലെ 18 എംപിമാരുള്ളതാ ഗുണ്ടാ സംഘമാണോ? ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കാണിക്കുന്ന ഇതെല്ലാം CPM ഗുണ്ടായിസം എന്നാ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, വലിയ ആൾക്കാരായി പറയുന്നുണ്ടല്ലോ, ഉദ്ധവ് താക്കറേജി എല്ലാം പറയുന്നു. ആരാ യഥാർത്ഥത്തിൽ ദേശദ്രോഹികളും ആരാണ് യഥാർത്ഥത്തിൽ രാജ്യത്തോട് കടപ്പാടുള്ളവരും? ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കുക, ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തെ ബഹുമാനിക്കുക, അതല്ലേ യഥാർത്ഥത്തിൽ ഈ അതല്ലാതെയുള്ളവരാണല്ലോ രാജ്യദ്രോഹികൾ. ഇവർ പറയട്ടെ, ബാൽ താക്കറെ പറയട്ടെ, ഞാൻ പറയട്ടെ ശ്രീ പെരിങ്ങമലജി, താങ്കൾ പറഞ്ഞപ്പോൾ മിണ്ടായിരുന്നല്ലോ, താങ്കൾ ഒച്ചപ്പാട് കാണിക്കണം. ഇതാണ് ശിവസേനയുടെ കുഴപ്പം, ഇതാണ് ശിവസേന, ഈ കാണിക്കുന്ന തന്നെയാണ് ശിവസേന. നിങ്ങൾ മനസ്സിലാക്കണം, ബാൽ താക്കറെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു കോടതിയുടെയും സമൻസ് കൈപ്പറ്റിയിട്ടില്ല, ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പിൽ പോലും പോയി വോട്ട് രേഖപ്പെടുത്തില്ല. എന്താ കാരണം? അദ്ദേഹം ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചയാളാണ്. അതാണ് അദ്ദേഹം. ഇവർ പറയുന്നു ഇവർക്ക് എന്താ അധികാരം? ഈ രാജ്യത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ആര് വരണം? ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന വിസ, ആ വിസ പ്രകാരം ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഏലിയനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഒരു രാജ്യത്തേക്ക്, അത് ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്കിംഗ് അല്ലേ? അതിൽ ഇവർക്കാർക്ക് എന്താ അധികാരം? ഒരു സംഘടന പറയാണ് ഇവിടെ ആർക്കും വരാൻ പാടില്ല, ഇവിടെ മിണ്ടാൻ പാടില്ല, ഇവിടെ ഇറച്ചി തിന്നാൻ പാടില്ല. ഇവർക്കാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? ഇവർ മഷിയൊടിക്കുന്നു. ഇവർ പറയുന്നുണ്ടല്ലോ ഒറ്റ നിലപാടാണ്. നിങ്ങൾ പറയും എന്തേ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ നിലപാടെടുക്കുന്നു? എന്തേ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ? ഇവിടെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വരാൻ പോകുന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസ് വരാൻ പോവാ, ഗോഹത്തിയിലും ഷില്ലോങ്ങിലും നടക്കാൻ പോവാണ്. എന്തേ അതിനെക്കുറിച്ച് ഒരു മിണ്ടുന്നില്ലല്ലോ? അവിടെ ഈ പറയുന്ന പാകിസ്ഥാനികൾ ഇവിടെ വരുന്നുണ്ടല്ലോ. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ക്രിക്കറ്റ് ഒരു മാർക്കറ്റാണ്. അതാണ് ഞാൻ അജി, എന്തായാലും അതിന്റെ പൾസ് അറിഞ്ഞാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. പൾസ് അറിഞ്ഞ് തന്നെയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. കാരണം ഇതുവഴി ഉണ്ടാകാൻ പോകുന്ന നയതന്ത്ര ബന്ധങ്ങൾ ഉലയുമെന്നുള്ള ദീർഘവീക്ഷണം മാത്രമല്ല, ലാഹോറിലേക്ക് ബസ് സർവീസ് നടത്തിയപ്പോഴും ഞങ്ങൾ അന്ന് എതിർത്തതാ, അന്ന് പ്രതിഷേധിച്ചതാ. കാരണം ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചില്ല. കാരണം ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ആ സമയത്ത് ഗുലാമലിക്ക് ഇവിടെ വരാൻ പാടില്ല. പോട്ടെ, ഇന്ത്യയിൽ ജനിച്ച MF ഹുസൈൻ ഇവിടെ ചിത്രം വരയ്ക്കാൻ പാടില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല, ശരിയല്ലേ? MF ഹുസൈനെ ഇവിടെ നിന്ന് നാട് കടത്തിയതാ. ചോദിച്ചോട്ടെ, MS ഹുസൈൻ വരച്ച വരത്തിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ശ്രീമതി ഒരു നഗ്നയായ ഒരു സ്ത്രീയുടെ ചിത്രവും വരച്ച് വെച്ചിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ പേര് അതിനകത്ത് എഴുതി വെച്ചോ, എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യനെ പരസ്യമായിട്ട് വിചാരണ ചെയ്ത് വെട്ടിക്കുന്നതാണ്. ഇതേപോലെ ഹിന്ദു സബ്ജക്ട് വിട്ടുപോലെ BCCIയുടെ പിന്നെ ജയശങ്കർ മനോഹറിനെ അവിടെ ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ അവിടെ സമരം നടത്തിയത്, പ്രതിഷേധം നടത്തിയത്. അവിടെ എവിടെയാണ് ഗുണ്ടായിസം? അവിടെ എവിടെയാണ് അക്രമം? അവിടെ എവിടെയാണ് നടത്തിയിട്ടുള്ളത്? നമ്മുടെ പ്രതിഷേധം നമുക്ക് നടപ്പിലാക്കാനുള്ള ജനാധിപത്യമില്ലേ ഇവിടെ? ആ രീതിയിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നടത്തിയത്. പിന്നെ ഗുലാം നബിയുടെ കാര്യത്തിനകത്ത് വ്യക്തമായ ധാരണ ഞങ്ങൾ പറഞ്ഞിരുന്നു, സംഘാടകർക്ക് പറഞ്ഞിരുന്നു. ഇത് പാകിസ്ഥാൻ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ താങ്കളുടെ അജണ്ട BJP എന്തായാലും ഇതിന്റെയൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ BJP ഭരണം ഉള്ളതുകൊണ്ട് NDA സർക്കാരായതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ബാബറി മസ്ജിദിന്റെ കാലത്ത് കുറെ നാൾ നിങ്ങൾ ബാബറി മസ്ജിദ് ഉയർത്തി, അതിനുശേഷം ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട് ഗോദ്ര സംഭവത്തെ കുറെ മുന്നോട്ട് വെച്ചു, അതിനുശേഷം ബീഫിലേക്ക് കിടക്കുന്നു, ഇനി എന്തായാലും സംവരണത്തിലേക്ക് പോകുന്നു. വ്യക്തമായി നിരീക്ഷിച്ചാൽ ഹിന്ദുക്കളുടെ മൃദുല വികാരങ്ങളെ വ്യക്തമായി നിരീക്ഷിക്കുകയും ആ അജണ്ട നിങ്ങൾ മുന്നോട്ട് വെച്ച് എന്തായാലും അതിൻ്റെ അധികാരം നുണയും. അതിനപ്പുറത്തേക്ക് എന്ത് ബാധ്യതയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് ശാസ്ത്രമാണ്? പറയാനുള്ള സമയം തരണം, പറഞ്ഞു. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ അത് അല്ലെങ്കിൽ വരുന്ന 1-2 കാര്യം കൂടെ ഇത് യോജിക്കാൻ പറ്റും.
2 പത്രപ്രവർത്തകർ വന്നിട്ടുണ്ട്. അവർ നിഷ്പക്ഷ നിരീക്ഷകരാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരാണ്. അപ്പോൾ അവർ ആ വ്യൂ ഉണ്ടാവും. അവർ പറഞ്ഞിട്ടുണ്ട് RSSകാരനെ പ്രധാനമന്ത്രിയാക്കിയെന്ന്. എങ്ങനെ BJP ഉണ്ടാക്കിയതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിൽ RSSുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ RSSകാരാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞങ്ങളാരും RSSകാർ അല്ല എന്ന് പറയുന്നില്ല. അല്ലാന്ന് ആര് പറഞ്ഞാലും അല്ല, ഞങ്ങൾ RSSകാർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള RSSകാരനെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റും. അപ്പൊ കാര്യം വ്യക്തമായി. കാരണം അവിടെ പരിവാർ സംഘടനകളെ മുഖം മിനിക്കാനായിട്ട് RSSൽ നിന്ന് വന്ന ആളെ തന്നെയാണ് രാഹുൽ ഗാന്ധിയോ അധികാരത്തിലോ രാഹുൽ ഗാന്ധിയോ പ്രകാശ് കാരാട്ടോ പ്രധാനമന്ത്രിയാക്കാൻ പറ്റും, ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്കാൻ പറ്റും. ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊന്നും ബാബറി മസ്ജിദ് പ്രശ്നം ഞങ്ങൾ ആരും ഉയർത്തിക്കൊണ്ടുവരുന്നില്ലല്ലോ. എത്രയോ അവിടുത്തെ അയോധ്യയിലെ ജനങ്ങൾ പോലും പറഞ്ഞാലും കേരളത്തിൽ പറക്കൂല. എല്ലാ ഡിസംബർ 6-നും കേരളത്തിൽ ജാഥയും കരിദിനവും ആയിരിക്കും, മറ്റൊരു സംസ്ഥാനത്തില്ല. നിലനിർത്തുക എന്നുള്ളത് ഇവിടുത്തെ ചില ആളുകളുടെ ആഗ്രഹമാണ്. ശ്രീ ഹസനുൽബന്നയിലേക്ക് എനിക്ക് പോകണം. ശ്രീ ഹസനുൽബന്ന, കാരണം അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ വ്യക്തമായ അജണ്ട പ്ലാൻ ചെയ്യുന്നു പരിവാർ സംഘടന. കാരണം ഇവിടെ പത്മകുമാർ അടക്കം സമ്മതിച്ചു കഴിഞ്ഞ് എന്തായാലും പരിവാർ കാര്യങ്ങൾ എന്തായാലും നിയന്ത്രിക്കുന്ന ഘട്ടത്തിലേക്ക് എന്തായാലും പോകുന്നു. അവിടെ വ്യക്തമായ ഒരു അജണ്ട പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ? അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയാണ് പരാജയപ്പെട്ടത്? ഇവിടെ ഒരു പ്രതിപക്ഷത്തിന്റെ റോള് പോലും ഏറ്റെടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ആ രീതിയിലേക്ക് രാജ്യം പോയിരിക്കുന്നു. നിങ്ങൾ നേരത്തെ ശ്രീ പത്മകുമാർ സൂചിപ്പിക്കുകയുണ്ടായി, RSSകാരനായ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തയച്ചതിൽ വല്ല എതിർപ്പ് പ്രകടിപ്പിക്കുകയല്ലേ ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് RSSകാരനായ നരേന്ദ്രമോദിയെ RSSന്റെ ഈ ഇന്ത്യയിലുള്ള മുഴുവൻ കേഡറുകൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ഐഡിയോളജിയിലേക്ക് രാജ്യത്തെ കൊണ്ടു നടത്താൻ തന്നെയാണ്. അങ്ങനെ കൊണ്ടു നടത്തുമ്പോൾ പിന്നെ എന്തിനാണ് ജെയ്റ്റ്ലി ഇതുപോലെ, അല്ലെങ്കിൽ അമിത്ഷാ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ എന്തിനാണ് വിളിച്ച ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ശാസനയും താക്കീതും എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് കപട ഹിന്ദുത്വം കളിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. യഥാർത്ഥത്തിൽ കേരളത്തിലും ഈയിടെ ഒരു നേതാവ് പറയുകയുണ്ടായി, പശു ഇറച്ചി ഗോമാംസം സംബന്ധിച്ച ചർച്ചയിൽ തങ്ങളുമായി കൂട്ടിച്ചേർന്ന ഒരു നേതാവ് പശു ഇറച്ചി കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ അത് എനിക്ക് വ്യക്തിപരമായി അതിനോട് യോജിപ്പില്ലെന്ന് ഒരു നേതാവ് പറഞ്ഞതായി നാം വായിക്കുകയുണ്ടായി. ഈ തരത്തിൽ ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എന്തിനാണ് കപട ഹിന്ദുത്വം കളിക്കുന്നത്, ഇതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ്, ഇതാണ് ഹിന്ദുത്വ ഐഡിയോളജി, ഗോഹത്യ നടത്തുന്നവരെ കൊന്നുകളയണമെന്നാണ്, കൊന്നുകളയേണ്ടതുണ്ട് അല്ലെങ്കിൽ കൊന്നുകളയണമെന്ന് വേദം. ശ്രീ ഹസനുൽബന്ന, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. കാരണം വാജ്പേയി ഞങ്ങളുടെ നയം പറയേണ്ട ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അല്ല ഞങ്ങളുടെ നയം. അതുകൊണ്ടാണ് ആ നയത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം ഇടപെടുന്നതും ഞങ്ങളുടെ നയം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഒരുപക്ഷെ ഘടകകക്ഷികളുടെ ഇടപെടൽ കൊണ്ടോ അല്ലാതെയോ കാര്യങ്ങളൊന്നും തന്നെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നരേന്ദ്രമോദിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ വ്യക്തമായി പരിവാറിന് ബോധ്യമുണ്ടോ നരേന്ദ്രമോദിയിലൂടെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും? നാഗ്പൂരിൽ നിന്ന് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നു, അവിടെ നിന്ന് കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നു. ആ രീതിയിൽ വാജ്പേയിയുടെ കാലത്ത് പറ്റാതെ പോയ കാര്യങ്ങളെ ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുക, അതാണോ ലക്ഷ്യം? ആ കാര്യത്തിൽ പരിവാറിനും RSS ഉൾപ്പെടെയുള്ള പരിവാർ സംഘടനകൾക്ക് നരേന്ദ്രമോദി പൂർണ്ണ സമ്മതവാനാണ് അക്കാര്യത്തിൽ. തീർച്ചയായും ആ ഒരു അത്യാവേശമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 വർഷത്തേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിലേറ്റിയ RSSും അതുപോലെ തന്നെ സഹസംഘടനകളും കുറച്ചുകൂടി കാത്തിരിക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെ ഹിന്ദുത്വ ഐഡിയോളജിയിലേക്കുള്ള തങ്ങളുടെ അത്യാവേശം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നാം സൂചിപ്പിക്കേണ്ടായി 1-2 സംഭവങ്ങൾ. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ, അതുപോലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ എല്ലാം തന്നെ നാം അറിയാതെ 100 കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദാദ്രി സംഭവത്തിന് ശേഷം തന്നെ ഉത്തർപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി, ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോഹത്യയുമായി ബന്ധപ്പെട്ട, ഗോമാംസവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ്. ഈ ഇഷ്യൂസ് തന്നെ, ഇത്തരം പ്രശ്നങ്ങൾ തന്നെ ഇതിനകം ഒരു 100ഓളം സംഭവങ്ങളുണ്ടായി. പക്ഷേ എത്ര സംഭവങ്ങൾ നാം അറിഞ്ഞു? ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ബൈക്കിന് പിറകെ ഒരാളെ കെട്ടിവലിച്ചു കൊണ്ടുപോയ സംഭവം ഉണ്ടായത്, ഒരു വാഹനത്തിന് പിറകെ കെട്ടിവലിച്ചു കൊണ്ടുപോയ സംഭവം ഉണ്ടായത്.
അതും ഗോഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്നായിരുന്നു. അതിനു മുമ്പ് ഒരാൾ അടിച്ചു കൊന്ന സംഭവം ഉണ്ടായി. പക്ഷെ അതൊന്നും ഇത്രമേൽ ചർച്ചയ്ക്ക് വന്നില്ല. ഈ ചർച്ചയ്ക്ക് വരുമ്പോഴാണ് ആളുകളുടെ ിടയിൽ തങ്ങൾ അന്തർദേശീയ സമൂഹത്തിലും അതുപോലെ തന്നെ വികസനമെന്ന പേരിൽ തങ്ങൾക്ക് വോട്ട് ചെയ്തവർക്കിടയിലും തങ്ങൾ നാണം കെടുന്നു, അല്ലെങ്കിൽ തങ്ങൾക്കതൊരു തരം കുറച്ചിലുണ്ടാക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുർബലമായ പ്രതിരോധങ്ങളുമായി ജെയ്റ്റ്ലിയെ പോലുള്ളവരും അതുപോലെ തന്നെ ഈ അമിത്ഷായുടെ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നവരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ആലോചിച്ച് നോക്കുക, ഇവരിൽ നിന്ന് യഥാർത്ഥത്തിൽ അകലം പാലിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ലളിതമായ നരേന്ദ്രമോദിയെ പോലെ വളരെ 56 ഇഞ്ച് നെഞ്ചളവുള്ള ഒരു ധൈര്യശാലിയായ പ്രധാനമന്ത്രിക്ക് ഇത്തരം ഗുണ്ടായിസം കാണിക്കുന്നവരെ, ഗുണ്ടായിസം എന്ന പദപ്രയോഗമാണ് ജെയ്റ്റ്ലി പോലും ഉപയോഗിച്ചത്, അത്തരം ആളുകളെ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമാക്കാൻ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര BJP സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കെ, ഹരിയാന BJP സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കെ ഇത്തരം ആളുകളെ നിയമത്തിനെയും അതുപോലെ തന്നെ നിയമവ്യവസ്ഥക്കും വിധേയമാക്കാൻ യാതൊരു പ്രയാസവുമില്ല. വ്യക്തമായ നിരീക്ഷണമാണ്. കാരണം അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഘടകകക്ഷികളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഞാൻ അതിലേക്ക് താങ്കളുടെ മറുപടിയിലേക്ക് വരാം. കാരണം ഒരു ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നുണ്ട്, താങ്കളിലേക്ക് തന്നെ എത്താം. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ JR പത്മകുമാർ, ഇവിടെ ഞാൻ ഹസ്നുൽ ബന്ന പറഞ്ഞില്ലെങ്കിൽ കൂടി നേരത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ചർച്ചയിൽ ഒന്നാണ്. കാരണം പരിവാർ സംഘടനകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഘടകകക്ഷികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ശിവസേന അവിടെ ദില്ലിയിൽ പോയി. കാരണം അവിടെ ആവട്ടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് തന്നെ നടത്താമെന്ന രീതിയിൽ മഷിപ്രയോഗം നടത്തിയത്. ഒന്നുകിൽ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഘടകകക്ഷികളെ. അല്ല, ഇതിനെ ഈ BJP ഈ തരത്തിൽ വീക്ഷിക്കുന്നവർക്കാണ് ഇരട്ടത്താപ്പ്. ഇപ്പം ശിവസേന ഞങ്ങളുമായി ഇപ്പോൾ NDA സഖ്യത്തിലുണ്ട്, പല സമയത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. NDAയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ചേർന്നിട്ട് മറ്റേ പ്രതിഭ പട്ടേൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ പൊതുവായ കരുത്ത് NDAയുടെ ഭാഗമാണ്. ആ കാര്യത്തിൽ നിയന്ത്രിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കലാണ്. ഞങ്ങൾ ജൂനിയർ പാർട്ണർ സീനിയർ പാർട്ണർ എന്നുള്ളതല്ല, എല്ലാവരും ചേട്ടനും അതുപോലെ ഒരു സഹകരണമാണോ അഭിപ്രായ വ്യത്യാസം പറയുന്ന കാര്യം ഒന്നുകൊണ്ടിരിക്കുന്നു, മഷി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാര്യം നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോകുന്നതെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനെതിരായിട്ട് കഴിയാതെ പോകുന്നതിൽ ഒന്നുകിൽ പ്രധാനമന്ത്രി പരാജയം, അല്ലെങ്കിൽ ഇരട്ടത്താപ്പ്. ഇത് നേരത്തെയും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് പാകിസ്ഥാനും ബന്ധപ്പെട്ട് ക്രിക്കറ്റ് പിച്ച് ചീത്തയാക്കിയിട്ടുണ്ട്. ഈ ഭക്ഷ്യപ്രയോഗം നടത്തിയ വേറെ ഏതോ സംഘടനയാണ്. റഹീം അങ്ങനെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പോലീസിനെ വെടിവെച്ച കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും. സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ വിഷയം ഇതാണല്ലോ, വിഷയത്തിൽ നിന്ന് പ്രതിരോധിക്കും. എല്ലാ ഹിന്ദു സംഘടനയായിട്ട് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓൾ ഇന്ത്യ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, RSS പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹിന്ദു സംഘടനകളും RSSന്റെ കൊടിക്കീഴിൽ വരുന്ന സംഘടനകളല്ല. ഇവിടെ ഇന്ത്യയിൽ നിരവധി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അധികാരം നിങ്ങൾക്ക് നിരോധിച്ചൂടെ? അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ഒരു അതിൽ തന്നെ ഉത്തരമുണ്ടല്ലോ. നിങ്ങളുടെ കയ്യിലല്ല നിയന്ത്രണം. അങ്ങനെയെങ്കിൽ ന്യായീകരിക്കേണ്ട കാര്യമില്ല. സുഖമായിട്ട് നിരോധിക്കാം. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സംഘടന നിരോധിക്കേണ്ടി വരും. അത് കാലക്രമം ചെയ്തോളൂ. നമുക്ക് കേരളത്തിൽ തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെല്ലാം സംഭവങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബോംബ് പിടിച്ച് തോക്ക് പിടിച്ച് നമ്മൾ നിരോധിച്ച പ്രധാന പ്രതിപക്ഷ കക്ഷി നിരോധിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അതല്ല, ഇപ്പൊ കേരളത്തിൽ പറഞ്ഞോട്ടെ, ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ കാലഘട്ടത്തിലും ഇതിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചോട്ടെ, കാശ്മീരിൽ ഒരു പ്രത്യേക സമുദായം തന്നെ ഉന്മൂലനം ചെയ്തു. അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ പറഞ്ഞത്, നമ്മുടെ ബംഗ്ലാദേശി എഴുത്തുകാർ ഇവിടെ നിന്ന് വിട്ടുപോകണം എന്ന് പറഞ്ഞത്. ഈ സംസ്ഥാനത്ത് ബുദ്ധദേവ് ഭട്ടാചാര്യ ഭരിക്കുമ്പോഴാണ് തസ്ലീമ നസ്രിൻ അവിടെ നിന്ന് നാടുവിടേണ്ടി വന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ തസ്ലീമയെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഓട്ടിക്കേണ്ടി വന്നത്, പരിപാടി നടത്താൻ പറ്റാതെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം BJP വന്ന സമയം മുതൽ
BJP എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഇഷ്യൂ ഇതിനകത്തൊരു പ്രശ്നം അറിയാമോ? ഈ RSSനെയും ശിവസേനയും രണ്ട് നിലപാട്. അതല്ല ഇത് ശിവസേനയെ നിയന്ത്രിക്കാനാകത്തില്ല. RSSന്റെ പ്രഖ്യാപിത നിലപാടാണിത്. നേരത്തെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ അവിടെയാണ്. ഇത് RSSന്റെ പ്രഖ്യാപിത നിലപാടാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് എവിടെ ലൈനാണ്? ആ ലൈനാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഒരൊറ്റ കാര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ അപമാന ഭാരത്തോടു കൂടി തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറയട്ടെ ഈ അടുത്ത കാലത്ത് ബെന്യാമിൻ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഒരു ലിറ്റററി ഇവന്റിൽ പങ്കെടുക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ പോയി. പാകിസ്ഥാനിലൊരു പ്രവർത്തക, ഒരു സാഹിത്യ പ്രവർത്തക ബെന്യാമിനോട് പറഞ്ഞ ഒരു കാര്യം ബെന്യാമിൻ മാതൃഭൂമി ആക്ഷേപത്തിൽ എഴുതി. പറഞ്ഞ ഇത്രയാണ്: ഞങ്ങളുടെ രാജ്യത്തേതുപോലെ നിങ്ങളുടെ രാജ്യവും മാറുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, മലാല യൂസുഫ് സായിക്ക് താഴെ വെക്കേണ്ടി വന്നതും പേന, അതോടൊപ്പം തന്നെ പെരുമാൾ മുരുകന് താഴെ വെക്കേണ്ടി വന്നതും പേന. മുന്നോട്ട് വെച്ച ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. കാരണം അവിടെ ഒരു തിരുത്തൽ, അത് വളരെ ആത്മാർത്ഥതയോടുള്ള ഒരു മറുപടിയാണോ MP രാജേഷ് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും. എന്താ ഇടതുപക്ഷ, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. DYFIയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇതിനു മുമ്പും ഇത്തരം നിലപാടെടുത്തിട്ടുണ്ട്. മരാമൻ കൺവെൻഷനിൽ വിദേശത്ത് നിന്നും പാതിരിമാർ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞങ്ങളത് അനുവദിക്കില്ല. ശിവസേന എന്ന് പറഞ്ഞതാണ്. ബാൽ ഠാക്കറെ ജീവിച്ചിരുന്ന കാലത്ത് ഇത് കേരളത്തിന്റെ സാംസ്കാരിക മനസ്സാണ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞത്. അത് കേരളത്തിന്റെ കരുത്താണ്. ഗുജറാത്ത് കലാപത്തിൽ വേട്ടയാടപ്പെട്ട കുത്തുബുദ്ദീൻ അൻസാരിയെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണല്ലോ ഇപ്പോൾ നമ്മുടെ BBC നടന്ന സംഭവം നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഇവിടെ മരിച്ചു വീണ ജവാന്മാരെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. അതിർത്തിയിൽ കാക്കുന്ന ജവാന്മാർ 100, 125, 130 കോടിയോളം വരുന്ന ഇന്ത്യയിലെ ജനങ്ങളെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ ജവാന്മാരെ മൃഗീയമായി കൊന്നൊടുക്കുന്ന തീവ്രവാദ സ്വഭാവത്തോടു കൂടി പാകിസ്ഥാൻ ചെയ്യുന്നതിനെ എതിരെ ആ കുടുംബത്തിന് വേണ്ടി, ആ പട്ടാളക്കാർക്ക് വേണ്ടി, ആ ജവാന്മാർക്ക് വേണ്ടി പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധവും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, കാർഗിൽ യുദ്ധം നടന്നു. കാർഗിൽ യുദ്ധം നടന്നു. എന്താ ശിവസേനയ്ക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ലേ? ശിവസേനയ്ക്ക് പ്രതിഷേധിക്കാൻ പറ്റൂല എന്നുണ്ടോ? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ പ്രതിഷേധിക്കാവുന്നുള്ള വ്യവസ്ഥയുണ്ടോ? പോലീസുകാരെ പൊതുവായി നശിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വെട്ടിക്കൊല്ലാം, ഇവിടെ വായിക്കൊള്ള ചെയ്യാം. പക്ഷേ ശിവസേനയ്ക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ നടപടിയാണ്? ഏത് രാജ്യത്തെ നടപടിയാണ്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിപ്പോ പറഞ്ഞത് ജനാധിപത്യ രീതിയിലാണ്. പിന്നെ കരിമക്ഷി ഒഴിച്ചെന്ന് പറയുന്നത് ഞങ്ങളല്ല, ഞങ്ങൾ ഇതിനു മുമ്പേ പ്രതിഷേധിച്ചിട്ടുണ്ട്. വ്യക്തമായ മറുപടി എന്തായാലും അവസാനം 8:49, കാരണം നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉണ്ട്. വളരെ ചുരുക്കി അവസാന ഘട്ടത്തിലേക്ക് ചർച്ചയുടെ പോകുന്നു. എന്തായാലും ഇതിനൊരു കൺക്ലൂഷൻ അത് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. മുക്തി എങ്ങനെ, അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മുക്തി എങ്ങനെ? എന്തായാലും അതിന്റെ ഹസനുൽ ബന്ന നിരീക്ഷകൻ നമ്മോടൊപ്പമുണ്ട്. മറ്റ് നേതാക്കളിലേക്കും മടങ്ങിയെത്താം അവസാനമായി, കാരണം സമയക്കുറവുണ്ട്. എന്തായാലും ഇതിന്റെ എന്തായാലും ഒരു കൺക്ലൂഷൻ ഇല്ല. ആ രീതിയിലേക്കായിരിക്കും എന്തായാലും പോകുന്നത്. 5 വർഷം ഇതിന്റെ തുടർച്ച ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്നാണ് എന്തായാലും നിരീക്ഷകർ, എന്തായാലും രാഷ്ട്രീയക്കാരല്ല പറയുന്നത്, എഴുത്തുകാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കും. ആ സ്ഥിതിക്ക് എന്ത് ബദൽ സന്ദേശമായിരിക്കും നിങ്ങൾ മുന്നോട്ട് പറയട്ടെ? ഗവൺമെന്റ് സ്പോൺസറാണ് ഒന്ന്. രണ്ടാമതൊരു കാര്യം വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, RSSന് വ്യക്തമായ അജണ്ടയുണ്ട്. ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇവിടെ ഇദ്ദേഹം ചോദിച്ചു, ഇവർക്ക് തടഞ്ഞുകൂടെ? ഇവിടെ ആരെങ്കിലും പ്രതിഷേധിക്കുകയോ ഏതെങ്കിലും ഓഫീസറെ ഖരാബ് ചെയ്യുമ്പോഴല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ? അടിസ്ഥാനത്ത് എന്താ? സോവറിനിറ്റിയാണ്, പരമാധികാരമാണ്. ആരുടെ പരമാധികാരം? ജനങ്ങളുടെ പരമാധികാരം. നമ്മുടെ ഈ ഭരണഘടനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിക്കാൻ ശിവസേനയ്ക്ക് അധികാരമില്ല. ശിവസേന ചെയ്യുന്നതാണ് രാജ്യദ്രോഹം. ആ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നത് വഴി ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം, ഈ നിലയിൽ പോയി ഇന്ത്യയിലേക്ക് എത്ര നിക്ഷേപം വരും? ഒരു നിക്ഷേപത്തിന് വേണ്ടി ഏതൊരു ഏജൻസിയും നോക്കുന്ന പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്താ? ഒന്ന് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, രണ്ടാമതൊന്ന് സോഷ്യൽ സ്റ്റെബിലിറ്റിയും അതോടൊപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയും. ഇതിവിടെ തകർന്നു പോയാൽ ഇന്ത്യയിലേക്ക് ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നാളെ വരാൻ പോകുന്നത്? ടൂറിസം ഇത്തരമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ടാറ്റു കുത്തിയതിന്റെ പേരിൽ വിദേശിയെ തല്ലിക്കൊന്നാൽ ഏതെങ്കിലും വിദേശി ഇങ്ങോട്ട് വരോ? ഞാൻ രാജിയിലേക്ക് വരാം. ചുരുക്കി പറഞ്ഞ ഒറ്റ കാര്യം, പ്രജകളെ സംരക്ഷിക്കേണ്ട പ്രധാനമന്ത്രിയുടെ മൗനം, അത് മാത്രം ആദ്യം ഒന്ന് വഞ്ചിക്കപ്പെടണം. എന്ത് പറയണം? പിന്നെ ഈ കാര്യങ്ങൾ എന്തായാലും ഒരു കൺക്ലൂഷനും ഈ കാർഡടിച്ച് വെടിവെക്കുകയാണ്.
ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റിനും അത് വേണം, 51 വെട്ടിനും വേണം, അതൊന്നും ഇവിടെ ഇല്ല. എവിടെയില്ല ഭരണഘടന അനുസൃതമായിട്ടാണ് ക്ലാസ്സിൽ കയറി അധ്യാപനം വെടിവെച്ച് വെട്ടിക്കൊല്ലുന്നത്. അല്ല വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന വീട്ടിൽ ഞാനൊന്നും പറഞ്ഞില്ല, റഹീം പറഞ്ഞു വന്നത് വീട്ടിൽ ഉറങ്ങി കിടക്കുന്നവനെ കയറി ബോംബെറിഞ്ഞ് കൊല്ലുന്നത് ഭരണഘടന നിങ്ങൾ എന്തായാലും ഇക്കാര്യങ്ങൾ അരുൺ ജെയ്റ്റ്ലിയുടെ വാക്കുകളെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ, എഴുത്തുകാരുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അവസാനമായി വളരെ ചുരുക്കി എന്തായിരിക്കും മുന്നോട്ട് പോകും? അല്ല, റഹീം പറഞ്ഞത് ഇവിടെ പറഞ്ഞത് മഹാരാഷ്ട്രയിൽ ശിവസേന 70 മുതൽ കോർപ്പറേഷൻ ഭരിക്കുന്നതാണ്. 70 അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ്. അവിടെ ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന. ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ഘടകകക്ഷിയുമാണ്. എന്നിട്ട് പറയുന്നത് ശിവസേനയ്ക്ക് പ്രതിഷേധിക്കുവാൻ എന്ത് അവകാശം? അവകാശത്തിന്റെ കാര്യം ഞാൻ സമയക്കുറവുണ്ട്. എന്തായാലും ഹസനുൽ ബെന്നിലേക്ക് കൂടി പോകാൻ കഴിയാത്ത ഒരവസ്ഥ, എന്തായാലും ചർച്ചകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ചർച്ചയിൽ പങ്കെടുത്ത പത്മകുമാർ, ഒപ്പം തന്നെ എ റഹീം, അജി പെരിങ്ങമല്ല, ഒപ്പം ഹസനുൽ ബെന്ന മാധ്യമപ്രവർത്തകൻ ദില്ലിയിൽ നിന്നും ചേർന്നു. ഒപ്പം ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ച BRB ഭാസ്കർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഒപ്പം കൊടിക്കുന്ന് സുരേഷ് നന്ദി അറിയിക്കുന്നു.